ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ദി പ്ലാറ്റ്യൂ വേർഡ് ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ്. ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് സോഷ്യൽ സ്റ്റഡീസിൽ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്തൊക്കെയാണ് ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി അല്ലെങ്കിൽ പ്ലാറ്റ്യൂ വേർ ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് പീഠഭൂമികൾ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വേർഡുകളൊക്കെ കേട്ടിട്ടുണ്ടോ? പീഠഭൂമി, ഉപദ്വീപീയ പീഠഭൂമി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അത് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിനെ എങ്ങനെ നമുക്ക് തരംതിരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ it is estimated that this almost triangular shaped physiographic unit occupying major share of the peninsular India is at an average altitude of 600 to 900 meters. 600 to 900 meters above the mean sea level. അതായത് ഈ ഒരു മാപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ട്രയാങ്കുലാർ ഷേപ്ഡ് ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഒരു ട്രയാങ്കുലാർ ഷേപ്പില് ടെക്സ്റ്റ് ബുക്കിലെ സെയിം തന്നെ മാപ്പാണിത്. ഒരു ട്രയാങ്കുലാർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദിസ് ഓൾമോസ്റ്റ് ട്രയാങ്കുലാർ ഷേപ്ഡ് ഫിസിയോഗ്രാഫിക് യൂണിറ്റ് occupying major share of the peninsular India is at an average altitude of 600 to 900 meters above mean sea level. അല്ലെ, ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന, അതായത് ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗം മേജർ പോർഷൻസ് ഒക്കെ ഉള്ള ഒരു ത്രികോണ സമാനമായ ഭൂപ്രകൃതി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 600 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. This unique physical division in terms of physical diversity such as extensive tablelands with bordering mountain ranges and hills, comparatively shallow river valleys and diverse flora and fauna is known as the peninsular plateau. അപ്പം എന്താണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്നാണ് നമ്മൾ ഇപ്പൊ കണ്ടത്. സോ എന്താണ് വിശാലമായ പീഠപ്രദേശങ്ങൾ അല്ലെ, ഭയങ്കര വാസ്റ്റായിട്ടുള്ള പീഠപ്രദേശങ്ങള്, അതിന് അതിർത്തി തീർക്കുന്ന മലനിരകൾ, അങ്ങനെ വിശാലമായിട്ടുള്ള പീഠപ്രദേശങ്ങളുമുണ്ട്. അതിന്റെ അതിർത്തി, അതിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? മലനിരകളുണ്ട്, കുന്നുകളും താരതമ്യേന ആഴം കുറഞ്ഞ നദീതാഴ്വരകളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യ ജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന അല്ലെ, ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പക്ഷികളും മൃഗങ്ങളും പലതരത്തിലുള്ള സസ്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഭൗതിക വൈവിധ്യം നിറഞ്ഞ ഈ ഭൂഭാഗം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ? ഈ ഒരു സൈഡിൽ അല്ലെ, ഇന്ത്യയുടെ ഈ ഒരു സൈഡിൽ, അതായത് എന്താണ്, ഒരു ഈസ്റ്റ് സൗത്ത് അല്ലെ, സൗത്ത് ഈസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ളതാണ് ബംഗാൾ ഉൾക്കടലുണ്ട് അല്ലെ, ഇവിടെ എന്തുണ്ട്, അറബിക്കടലുണ്ട് അല്ലെ, അറേബ്യൻ സീ ഉണ്ട്, ബേ ഓഫ് ബംഗാൾ ഉണ്ട്. ഇവിടെ കുറച്ച് മലനിരകൾ നിങ്ങൾ കാണുന്നില്ലേ, എന്താണ് അതിന്റെ പേര്? വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, ഇവിടെ ഈസ്റ്റേൺ ഗട്ട്സ് ഉണ്ട് അല്ലെ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ മാപ്പിനകത്ത് ആരവലി കാണാൻ പറ്റുന്നുണ്ട്, വിന്ധ്യ സത്പുര കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇത്തരത്തില് കുറെ കുന്നുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഇതൊക്കെ പർവ്വതനിരകളായിട്ടാ കാണുന്നത് അല്ലെ. പീഠഭൂമിയാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ എല്ലാം പീഠഭൂമിയാണ്. ഈ പീഠഭൂമിന്റെ അടുത്തുള്ള ഇതൊക്കെ എന്താണ്? പർവ്വതനിരകളുമാണ് അല്ലെ. ഈ ലൈൻ കൊടുത്തിട്ടുള്ളത് പർവ്വതനിരകളുമാണ്. അപ്പം ഇതാണ് പിക്ചർ, പീഠഭൂമി. ഓക്കെ, സോ the name is based on the fact that this division holds the major share of the peninsular India. അതായത് ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മേജർ പോർഷൻ അല്ലെ, മേജർ പോർഷൻ ആണ് നമ്മൾ സിംഹഭാഗം എന്ന് പറയാ. ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പേരിന് ആധാരം. ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ശരിക്കും പറഞ്ഞാൽ പെനിൻസുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ 3 സൈഡ് എന്താണ്? നദി മീൻസ് വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ് അല്ലെ, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ആൻഡ് ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നതാണ് ഈ പേരിന് ആധാരം.
The name is based on the fact that this division holds the major share of peninsular India. Peninsular എന്ന് പറയുമ്പോൾ എന്താണ്? 3 സൈഡ്സും എന്താണ്? വാട്ടർ അല്ലെ? അതാണ് ഉദ്ദേശിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. The peninsular plateau is one of the oldest landforms. അല്ലെ? ഭയങ്കര പ്രായം ചെന്ന അല്ലെ? ഒരുപാട് കാലം മുമ്പേ ഉണ്ടായിട്ടുള്ള ആണ് ലോകത്തിൽ തന്നെ. And let's have a detailed overview of the largest physical division of India, namely the Peninsular Plateau, its physical diversities, resource base, and their influence on the human life in India. So, ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള അല്ലെ? അപ്പൊ നിങ്ങൾ കണ്ടു എന്താണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എടുക്കുന്ന സമയത്ത് ഭയങ്കര വിശാലമായിട്ടാണ് ഈ ഉപദ്വീപീയം കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലെ? സോ വിസ്തൃതമായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതിക വൈവിധ്യവും വിഭവ അടിത്തറയും അവ ഇന്ത്യയിലെ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാം. സോ വാട്ട് ഈസ് എ പ്ലേറ്റ്യൂ? പീഠഭൂമി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നോക്കുന്നത്. സോ പ്ലാറ്റ്യൂസ് അത് റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആയിട്ടുള്ള എങ്ങനത്തെ സ്ഥലത്തിനെ നമ്മൾ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്? ഫ്ലാറ്റ് ആയിട്ട് റിലേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന ആൻഡ് വെരി എക്സ്റ്റെൻസീവ് ലാൻഡ് ഫോം അല്ലെ? ഫ്ലാറ്റും ആയിരിക്കും, അതുപോലെ തന്നെ അത് കുറേ സ്ഥലത്ത് കാണാനും പറ്റും. Okay, relatively flat and very extensive landforms situated at comparatively higher elevation from the surroundings. അല്ലെ? നോർമൽ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് ബാക്കി സറൗണ്ടിങ്സ് ഇതൊക്കെ സറൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് ഹയർ ആയിരിക്കും. അതുപോലെ തന്നെ ഹയർ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഫോമാറ്റിൽ അല്ലെ കുറച്ച് ഉയർന്നിട്ട് കാണുന്ന ഫ്ലാറ്റ് ആയിട്ട് കാണുന്ന ഇതിനെയാണ് എന്ത് പറയുന്നത്? പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലം അല്ലെ വളരെ വിസ്തൃതമായിട്ടുള്ള സർഫസ് ഉള്ള കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. അതാണ് പീഠഭൂമി എന്ന് പറയുന്നത്. സോ plateaus are the relatively flat and very extensive landforms situated at comparatively higher elevation from the surroundings. There are 3 types of plateaus based on their location. അല്ലെ, അത് എവിടെയാണ് ഈ ഒരു പ്ലാറ്റ്യൂ ഉള്ളത് അല്ലെ? ഇതിന്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് പ്ലാറ്റ്യൂനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയിട്ട് പീഠഭൂമികളെ പൊതുവെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ? ഫസ്റ്റ് വൺ ആണ് ഇന്റർമോണ്ടെയിൻ പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ. അതായത് ഇതൊരു പീഠഭൂമി ആണെന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റും എന്താണ്? പർവ്വതങ്ങളായിട്ടുള്ള അല്ലെ പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ടിട്ടുള്ള പീഠഭൂമി. അതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് പീഡ്മോണ്ട് പ്ലാറ്റ്യൂസ്. പീഡ്മോണ്ട് പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി. അതായത് പർവ്വതങ്ങളുടെ അടിവാരങ്ങളിലായിട്ട് കാണുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ, അതാണ് പീഡ്മോണ്ട് പ്ലാറ്റ്യൂസ് അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതാണ് കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂസ് അല്ലെങ്കിൽ വൻകര പീഠഭൂമികൾ. ഓക്കെ, കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂസ് അല്ലെങ്കിൽ വൻകര പീഠഭൂമികൾ. അപ്പം 3 ആയിട്ടാണ് എവിടെയാണ് ഈ പീഠഭൂമി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ലൊക്കേഷന്റെ ബേസിസിൽ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇന്റർമോണ്ടെയിൻ പ്ലേറ്റ്യൂസ് ഓർ പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ, പീഡ്മോണ്ട് പ്ലാറ്റ്യൂസ് അല്ലെങ്കിൽ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ, കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂസ് അല്ലെങ്കിൽ വൻകര പീഠഭൂമികൾ എന്ന് 3 ആയിട്ട് നമുക്ക് ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതാണ് ഇവിടെ നമ്മൾ കണ്ടത് തന്നെ കേട്ടോ. വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, ഈസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സെയിം ഇമേജ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നോർത്തേൺ മൗണ്ടെയിൻസ് കാണുന്നുണ്ട് അല്ലെ? കിഴക്കുള്ള പർവ്വത നിരകള് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ അല്ലെ? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെ? കിഴക്കൻ സമതലങ്ങളാണ് അല്ലെ? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് താർ ഡെസേർട്ട് അല്ലെ? ഇവിടെ ഒരു രാജസ്ഥാൻ അടുപ്പിച്ചുള്ള ഈ ഒരു സ്ഥലം എന്തുണ്ട്? മരുഭൂമികൾ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് നിങ്ങൾക്ക്
ബാക്കി പ്രദേശങ്ങൾ അല്ലെ ഈ ട്രയാങ്കുലർ ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. And the peninsular plateau lies south of the North Indian plain, bordered by the Western Ghats in the west and the Eastern Ghats in the east. എന്താണ് അപ്പൊ പെനിൻസുലാർ പ്ലാറ്റു എവിടെയുള്ളത്? ലൊക്കേഷൻ ആണ് പറയുന്നത്. പെനിൻസുലാർ പ്ലാറ്റു ലൈസ് സൗത്ത് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, ഈ പെനിൻസുലാർ പ്ലാറ്റു ഉള്ളത് എവിടെയാണെന്നാണ് കാണാൻ പറ്റുന്നത്? Can be seen in the south of the North Indian plain. North Indian plain in the south portion light. അതായത് ഇവിടെയാണ് എന്തുള്ളത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉള്ളത് അല്ലെ, ഈ ഒരു ഏരിയയിലാണ് എന്തുള്ളത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉള്ളത്. ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെയായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന അല്ലെ, ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സൗത്ത് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ബോർഡേർഡ് ബൈ ദി വെസ്റ്റേൺ ഗട്ട്സ് ഇൻ ദ വെസ്റ്റ്. എവിടെയാണ്? ഇതിന്റെ ബോർഡർ എന്താണ്? വെസ്റ്റ് പോർഷനിലായിട്ട് എന്താ ഉള്ളത്? വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്. ആൻഡ് ഈസ്റ്റ് പോർഷനിലായിട്ട് ഈസ്റ്റേൺ ഗട്ട്സും ഉണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ എന്തുമായിട്ടാണ് വരുന്നത്? സൗത്ത് പോർഷൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, this landform extending over 16 lakh square kilometer area. എത്രയുണ്ട് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്? 16 lakh ആണ് അല്ലെ, 16 lakh സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. In area can be generally classified into two based on its location. അതിന്റെ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പെനിൻസുലാർ പ്ലാറ്റ്യൂവിനെ, ഞാൻ പറഞ്ഞു പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറയാൻ കാരണം എന്താണ്? മൂന്ന് സൈഡിലും എന്താണ്? റിവർ മീൻസ് വെള്ളമാണ് അല്ലെ. ബേ ഓഫ് ബംഗാൾ ഉണ്ട്, ഇന്ത്യൻ മഹാസമുദ്രം, ലൈക്ക് അറബിക്കടൽ അല്ലെ, അറേബ്യൻ സീ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ആൻഡ് പടിഞ്ഞാറ് പശ്ചിമഘട്ടം ഉണ്ട്, കണ്ടു നമ്മൾ പിക്ചറിൽ. കിഴക്ക് പൂർവ്വഘട്ടം അതും നമ്മൾ കണ്ടു. അരികുകളായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായിട്ട് അല്ലെ, കണ്ടു. ഇതാണ് ഉത്തരേന്ത്യൻ സമതലം, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലാണ്. ഇതിന്റെ തൊട്ട താഴെയായിട്ട് കാണപ്പെടുന്നുണ്ട്, സ്ഥിതി ചെയ്യുന്നു. എത്ര? 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂഭാഗത്തെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പൊതുവെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഡക്കാൻ പ്ലാറ്റ്യൂ ആണ്, രണ്ടാമത്തത് സെൻട്രൽ ഹൈലാൻഡ്സ് ആണ്. ഓക്കെ, ഒന്നാമത്തതാണ് ഡക്കാൻ പീഠഭൂമി, രണ്ടാമത്തതാണ് മധ്യോന്നത തടം. ഓക്കെ, മധ്യോന്നത തടം. അപ്പം ഫസ്റ്റ് വൺ ഡക്കാൻ പീഠഭൂമി, രണ്ടാമത്തെ മധ്യോന്നത തടം അല്ലെങ്കിൽ ഡക്കാൻ പ്ലാറ്റ്യൂ ആൻഡ് ദി സെൻട്രൽ ഹൈലാൻഡ്സ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു പോർഷൻ ആണ് സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ മൊത്തം ഈ പെനിൻസുലാർ റീജിയനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഹൈലാൻഡ്സും ഉണ്ട്, ആൻഡ് ഇതാണ് ഡക്കാൻ പ്ലാറ്റ്യൂ. ഓക്കെ, സെൻട്രൽ ഹൈലാൻഡ്സും ഉണ്ട്, ഈ ഒരു റീജിയൺ ആണ് ഡക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ടായിട്ട് ലൊക്കേഷന്റെ ബേസിസിൽ നമുക്ക് ഈ ഒരു പെനിൻസുലാർ ഇന്ത്യയെ നമുക്ക് പെനിൻസുലാർ പ്ലാറ്റ്യൂവിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ഡക്കാൻ പ്ലാറ്റ്യൂ. ഓക്കെ, ഡക്കാൻ പ്ലാറ്റ്യൂ, ഡക്കാൻ പീഠഭൂമി. Deccan Plateau is an extensive plateau to the south of Satpura ranges between the Western Ghats and the Eastern Ghats. Okay, അപ്പം ഡക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് സത്പുര റേഞ്ചസിന്റെ ബിറ്റ്വീൻ ദി സൗത്ത് ഓഫ് ദി സത്പുര റേഞ്ചസ്. നിങ്ങൾ ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ള ഇമേജ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് സത്പുര റേഞ്ച് അല്ലെ. ഈ സത്പുര, ഇവിടെയാണ് സത്പുര റേഞ്ചസ് വരുന്നത്. ഈ സത്പുര റേഞ്ചസിന്റെ താഴെ അല്ലെ, താഴെയായിട്ട് സൗത്ത് ആയിട്ട് തെക്ക് ഭാഗത്തായിട്ട്, അതുപോലെ തന്നെ എന്താണ് സറൗണ്ടഡ് ബൈ വെസ്റ്റേൺ ഗട്ട്സ്, അതായത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും, ഇതാണ് ഈസ്റ്റേൺ ഗട്ട്. അപ്പം വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും അതുപോലെ തന്നെ സത്പുരയും. ഓക്കെ, സത്പുരന്റെ സൗത്ത് പോർഷൻ ഇതിന്റെ രണ്ടിന്. അപ്പം ഈ ഒരു ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഏരിയയിലാണ് എന്ത് വരുന്നത്? ഡക്കാൻ പ്ലാറ്റ്യൂ വരുന്നത്.
ഓക്കെ, ഇതാണ് ഡെക്കാൻ പ്ലാറ്റു. ആൻഡ് ബാക്കി വരുന്ന പോർഷൻ കണ്ടില്ലേ നിങ്ങൾ, ഇവിടെയാണ് എന്ത് വരുന്നത്, സെൻട്രൽ പോർഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ആണ് ഡെക്കാൻ പ്ലാറ്റു എന്ന് പറയുന്നത്. ആൻഡ് പടിഞ്ഞാറ്, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. സത്പുര പർവ്വതം, മൈക്കല നിര, മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു. അപ്പം ഡെക്കാൻ പ്ലാറ്റുവിന്റെ വടക്കേ അതിര് എന്ന് പറയുന്നത് ഏതാണ്, സത്പുര പർവ്വതമുണ്ട് അല്ലെ, സത്പുര പർവ്വതത്തിന്റെ തെക്കാണ് ഡെക്കാൻ പ്ലാറ്റു, ഡെക്കാൻ പ്ലാറ്റുവിന്റെ വടക്കാണ് സത്പുര പർവ്വതങ്ങൾ. അപ്പം സത്പുര പർവ്വതം, മൈക്കല നിര, മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു. Okay, so the Satpura ranges, Maikala ranges and the Mahadeo hills form the northern boundary of the Deccan Plateau. Okay, ഇതാണ് Deccan Plateauയുടെ image എന്ന് പറയുന്നത്. And the term Deccan has been derived from the Sanskrit word Dakshina. ഓക്കെ, ദക്ഷിണ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദക്ഷിൺ എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ്, എന്താണ് ദക്ഷിണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ സൗത്ത്, അതിൽ നിന്നാണ് ഡെക്കാൻ എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. സോ തെക്ക് എന്ന അർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേര് ഉണ്ടായിട്ടുള്ളത്. The Deccan Plateau is made of, എന്താണ് ഡെക്കാൻ പ്ലാറ്റുവിലുള്ളത്, ആ ഡെക്കാൻ പ്ലാറ്റു is made of എന്തൊക്കെ കാര്യങ്ങളാണ്, ക്രിസ്റ്റലൈൻ റോക്സ് ഉണ്ട്, ലൈക്ക് ബസാൾട്ട്, ഗ്രാനൈറ്റ്, നീസിസ്, ഗ്രാനൈറ്റ്, നൈസ്, formed by the lava flows millions of years ago. Okay, so millions of years അല്ലെ, ദശലക്ഷം, ഒരു മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷമാണ്, ദശലക്ഷമാണ്. അങ്ങനത്തെ കുറെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകിപ്പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപ ശിലകളിലാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. അപ്പം ഈ ശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം കൊടുക്കുന്നത്. And the northwestern part of the Deccan Plateau is composed of lava rocks called basalt. Okay, ഈ ഡെക്കാൻ പ്ലാറ്റ്യൂയുടെ നോർത്ത് വെസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർത്ത് ഇതാണ്, നിങ്ങൾ എപ്പോഴും ഡയറക്ഷൻ അറിഞ്ഞിരിക്കണം, NEWS, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇങ്ങനെ ഇട്ട് പഠിച്ചാൽ മതി. അപ്പൊ ന്യൂസ് ഇങ്ങനെ Z എഴുതുന്ന സമയത്ത് ന്യൂസ് എന്ന് കിട്ടുന്നതാണ് ഡയറക്ഷൻ. ഓക്കെ, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, ന്യൂസ്. അപ്പം ഈ ഡയറക്ഷനിൽ ന്യൂസ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ഷൻ പഠിക്കാൻ പറ്റും. അപ്പം നോർത്ത് വെസ്റ്റേൺ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലായിട്ട് അല്ലെ, നോർത്ത് വെസ്റ്റ്, അപ്പൊ ഇതിനിടയിലുള്ള നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി ഡെക്കാൻ പ്ലാറ്റു ഇസ് കമ്പോസ്ഡ് ഓഫ് ലാവ റോക്സ് കോൾഡ് ബസാൾട്ട്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറു ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഓക്കെ, ബസാൾട്ട് ആണ്. This region is called Deccan Trap. ആ റീജിയൻ എന്താണ് വിളിക്കുന്നത്, ഡെക്കാൻ ട്രാപ്പ് എന്നാണ് വിളിക്കുന്നത്. ഡെക്കാൻ ട്രാപ്പ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഡെക്കാൻ ട്രാപ്പ്. അപ്പൊ എന്താണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി ഡെക്കാൻ പ്ലാറ്റു is composed of lava rocks called basalt. This region is called Deccan Trap. The black soil formed by the weathering of basalt rock is the peculiarity of this region. അപ്പം അവിടുത്തെ പ്രത്യേകത എന്താണ്, ഡെക്കാൻ ട്രാപ്പിന്റെ പ്രത്യേകത എന്താണ്, ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിക്കും. ഈ ബസാൾട്ട് ഉണ്ട് അവിടെ അല്ലെ, അവിടെ ബസാൾട്ട് എന്ന് പറയുന്ന ലാവാശിലകൾ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ലാവാശിലയ്ക്ക് അപക്ഷയം സംഭവിക്കും. ഈ ലാവാശിലയ്ക്ക് അപക്ഷയം സംഭവിച്ചിട്ട് എന്ത് രൂപം കൊള്ളും, കറുത്ത മണ്ണ് രൂപം കൊള്ളും. അങ്ങനെ രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ, ആ മണ്ണ് എന്ത് പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, റീഗർ സോയിൽ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പം റീഗർ സോയിൽ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ റീഗൽ മണ്ണ് എന്നറിയപ്പെടുന്നത് ഏത് മണ്ണാണ്, കറുത്ത മണ്ണാണ് അല്ലെ. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന
മണ്ണാണ് കറുത്ത മണ്ണ്. ആൻഡ് അത് ഫലപുഷ്ടിയും ജലസംഭരണ ശേഷിയുമുള്ള ഈ മണ്ണ് അല്ലെ, വളരെ നല്ല ഫലപുഷ്ടി ഉണ്ട് അല്ലെ, ഭയങ്കര ഫർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ്. അതുപോലെ അല്ലെ കറുത്ത മണ്ണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഭയങ്കര ഒരു ഫർട്ടൈൽ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അതിന് വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. അപ്പൊ അത് അത്ര പെട്ടെന്ന് ഡ്രൈ ആവില്ല ആ മണ്ണ്. അപ്പം ഫലപുഷ്ടിയുണ്ട്, വെള്ളവും നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ മണ്ണ് നമുക്ക് വേനൽക്കാലത്ത് അല്ലെ, വേനൽക്കാലം എന്ന് പറയുന്ന വരണ്ടു പോകുന്ന സമയമാണ്, ആ സമയത്ത് പോലെ ഈ മണ്ണ് എന്ത് ചെയ്യും, ആ വെള്ളത്തിനെ ഹോൾഡ് ചെയ്ത് വെക്കും. അങ്ങനത്തെ മണ്ണ് നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും, കാർഷിക വിളകൾക്ക് സംരക്ഷണമായിരുന്നു അല്ലെ. അപ്പൊ കുറച്ച് വരൾച്ചയായി എന്ന് വെച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ മണ്ണ് വെള്ളത്തിനെ ഹോൾഡ് ചെയ്തോളും. അപ്പം റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന ഫലപുഷ്ടിയും ജലസംഭരണ ശേഷിയുമുള്ള ഈ മണ്ണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. So, being highly fertile and with more water retaining capacity, it protects the agricultural crops even in summer അല്ലെ. സമ്മറിലും ഈ ഒരു റിഗർ മണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്, ജലം നന്നായിട്ട് ജലം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൃഷിക്ക് സഹായകമാണ് വേനലിൽ പോലും. This soil is also called black cotton soil. അപ്പം നിങ്ങളിപ്പോ പഠിക്കുക, ബ്ലാക്ക് സോയിലിന്റെ പേരാണ്, ബ്ലാക്ക് സോയിൽ തന്നെയാണ് എന്ത്, ബ്ലാക്ക് കോട്ടൺ സോയിൽ അല്ലെ, ബ്ലാക്ക് കോട്ടൺ സോയിൽ അത് തന്നെയാണ് റീഗർ സോയിൽ. ഓക്കെ, റീഗർ സോയിൽ ഇതെല്ലാം ഒരേ മണ്ണ് തന്നെയാണ് അല്ലെ. ബ്ലാക്ക് കോട്ടൺ സോയിൽ ആസ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ കോട്ടൺ കൾട്ടിവേഷൻ അല്ലെ. കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്ലാക്ക് സോയിൽ വളരെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും പറയും. സോ പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനപ്രദമായതിനാൽ ഈ മണ്ണിന് കറുത്ത പരുത്തി മണ്ണ്, എന്താണ് കറുത്ത മണ്ണ് എന്ന് പറയും, അല്ലെങ്കിൽ കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട്. കറുത്ത മണ്ണ് എന്ന് പറയും, കറുത്ത പരുത്തി മണ്ണ് എന്നും പറയും. ആൻഡ് മിനറൽസ് ലൈക്ക് ലൈം, അയൺ, മഗ്നീഷ്യം, ഓരോ തരത്തിലുള്ള മണ്ണ് പഠിക്കുമ്പോഴും അതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള മിനറൽസ് ഉണ്ട് എന്ന് ഒരു 3-4 പേരെങ്കിലും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ഇതിനകത്തുള്ളത് ഈ ബ്ലാക്ക് സോയിൽ ഉള്ളത് ഏതാണ്, റിഗർ സോയിൽ ഉള്ളത് ഏതാണ്, മിനറൽസ് ലൈക്ക് ലൈം ഉണ്ട്, അയോൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അലുമിനിയം ഉണ്ട്, ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിഗർ സോയിൽ. അപ്പൊ ചുണ്ണാമ്പ്, ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ണാമ്പാണ്. സോ ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ, അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പാണ്. ഓക്കെ, മഗ്നീഷ്യം തന്നെ, ആൻഡ് അലൂമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രത്യേകതയാണ്. അപ്പം ഇത്രയും പ്രത്യേകതകളുള്ള മണ്ണാണ് റീഗർ മണ്ണ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ ഡെക്കാൻ പ്ലേറ്റു ഈസ് കമ്പോസ്ഡ് ഓഫ് ലാവോ റോക്സ് കോൾഡ് ബസാൾട്ട്. അപ്പം ബസാൾട്ട് എന്ന് പറയുന്ന ലാവാശിലകൾ കൊണ്ടാണ് ഈ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി ഡെക്കാൻ പ്ലേറ്റു ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഏരിയനെ നമ്മൾ ഡെക്കാൻ ട്രാപ്പ് എന്നാണ് പറയുന്നത്. അവിടെയുള്ള ഈ ബസാൾട്ട് എന്ത് ചെയ്യും, ഈ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിക്കും. അങ്ങനെ രൂപപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ആ കറുത്ത മണ്ണ് എന്ന് പറയുന്നത് നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള, നല്ല ജലസംഭരണ ശേഷി അല്ലെ, വാട്ടർ റിറ്റൈനിങ് കപ്പാസിറ്റി ഉള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ അവിടെ വേനൽക്കാലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി കൃഷി ചെയ്യുന്നതിന് ഏറ്റവും കൂടുതലായിട്ട് പരുത്തി കൃഷി അവിടെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനെ കറുത്ത പരുത്തി മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും അറിയപ്പെടുന്നുണ്ട്, റിഗർ സോയിൽ എന്ന് അറിയപ്പെടുന്നുണ്ട് അല്ലെ. അവിടെ ഉണ്ടായിട്ടുള്ള പ്രധാന മിനറൽ എന്ന് പറയുന്നത് ലൈം അല്ലെങ്കിൽ ചുണ്ണാമ്പ്, അയൺ ഇരുമ്പ് അല്ലെ, മഗ്നീഷ്യം ആൻഡ് അലൂമിനിയം ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റീഗർ സോയിൽ. അത്രയാണ് റീഗർ സോയിലിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ആൻഡ് ദ സഹ്യാദ്രി മൗണ്ടെയിൻ റേഞ്ചസ് along the east of Kerala has a decisive influence on our climate, biodiversity and life of people. നമുക്ക് സഹ്യ മലനിരകളുണ്ട് അല്ലെ, സഹ്യക്കുന്നുകളുണ്ട്. അതായത് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് നമ്മൾ കണ്ടു അല്ലെ, എന്താണ് വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട് അല്ലെ. സോ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെസ്റ്റേൺ ഗട്ട്സ് അല്ലെ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരക്ക്, നമ്മളെ കേരളത്തിന്റെ സൈഡിലുള്ള സഹ്യപർവ്വതയ്ക്ക് കാലാവസ്ഥയിലും ജൈവ വൈവിധ്യത്തിലും ജീവിതത്തിലും നിർണായകമായ സ്വാധീനം ഉണ്ട്. അതായത്
ക്ലൈമറ്റ് നമ്മുടെ ഇന്ത്യന്റെ ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ലൈഫ് അല്ലെ, നന്നായിട്ട് വെള്ളമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നന്നായിട്ട് മഴ ലഭിക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാരുടെ ജീവിത രീതി ആയിരിക്കില്ല ഒട്ടും വരൾച്ച, ഭയങ്കര വരൾച്ചയുള്ള വെള്ളമൊന്നും കിട്ടാത്ത ആൾക്കാരുടെ ജീവിത രീതി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. നന്നായിട്ട് വെള്ളം കിട്ടുന്ന ഇടത്തിൽ അവര് ചിലപ്പോൾ 3, 4, 5 വട്ടമൊക്കെ കുളിക്കുന്ന ആൾക്കാരുണ്ടാവും, കുറെ വെള്ളം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഭയങ്കര വരൾച്ചയുള്ള സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ അവർ 4 ദിവസം 5 ദിവസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഒന്ന് ഫ്രഷ് ആവുന്ന അല്ലെ, കുളിക്കുന്നുണ്ടാവുക. സോ അപ്പം ഇത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും ആൾക്കാരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരക്ക് വളരെ ഇൻഫ്ലുവൻസ് ഉണ്ട്. This mountain range extending for about 1600 kilometer. Okay, 1600 kilometer from Kanyakumari in the south to the state of Gujarat in the north is commonly known as Western Ghats. എന്താണ് ആ സഹ്യ മലനിരയെ എന്താണ് പറയുന്നത്? എവിടെ തൊട്ട് എവിടം വരെയാണ്? തെക്ക് ഭാഗത്ത് കന്യാകുമാരി എന്ന് പറയുന്നത് അല്ലെ, കേരള തമിഴ്നാട് ആ ഒരു തെക്ക് ഭാഗത്ത് ഈ ഒരു പോർഷൻ അല്ലെ, ഇവിടെ കേരളമുണ്ട്, ഇവിടെ തമിഴ്നാട് ഉണ്ട് അല്ലെ. അപ്പം ഈ ഒരു തെക്കേ ഭാഗത്തായിട്ടുള്ള കന്യാകുമാരി ഉണ്ട്. ഈ തെക്ക് കന്യാകുമാരി മുതൽ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ എന്തുണ്ട്, ഗുജറാത്ത് വരുന്നുണ്ട് അല്ലെ. അപ്പം ആ ഗുജറാത്തിന്റെ ഈ ഏരിയ വരെ ഏകദേശം 1600 കിലോമീറ്റർ അല്ലെ. നിങ്ങൾ ആലോചിക്കണം, 1600 കിലോമീറ്റർ നീളത്തില് വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരക്ക് പശ്ചിമഘട്ടം എന്നാണ് പൊതുവായ പേര്. വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടം എന്ന് പറയുന്ന സഹ്യപർവ്വത കുന്നുകളെയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. This range is the western edge of the Deccan Plateau. നമ്മൾ പറഞ്ഞു അല്ലെ, ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ എന്താണ് വെസ്റ്റേൺ എഡ്ജ് അല്ലെ. വെസ്റ്റേൺ എഡ്ജ് എന്ന് പറയുന്നത് ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക് എന്ന് പറയുന്നത്. And the height of this range gradually increases from north to south. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഗ്രാജുവലി ഇൻക്രീസസ് ഫ്രം നോർത്ത് ടു സൗത്ത്, വടക്ക് നിന്നും തെക്കോട്ട് എന്ന ക്രമത്തില് ഈ പർവ്വതനിരയുടെ ഉയരം കൂടിയാണ് വരുന്നത്. അപ്പം ഏറ്റവും വടക്ക് ഇതിന് ഹൈറ്റ് കുറവായിരിക്കും, താഴേക്ക് തെക്കോട്ടേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഹൈറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആൻഡ് ആനമുടി, ഓക്കെ, ആനമുടി എത്ര ഹൈറ്റ് ഉണ്ട്? ആനമുടിക്ക് 2695 മീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ട്. അത്രയും ഹൈറ്റ് ഉള്ള ആനമുടി നിങ്ങൾ ആലോചിക്കണം അല്ലെ. ആനമുടി ദ ഹയസ്റ്റ് പീക്ക് ഇൻ പെനിൻസുലാർ ഇന്ത്യയുടെ ഹയസ്റ്റ് പീക്കാണ് ആനമുടി എന്ന് പറയുന്നത്. ഇസ് ലൊക്കേറ്റഡ് ഇൻ ആനമലൈ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. അപ്പം ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വെസ്റ്റേൺ ഗട്ട്സ്, ദ വെസ്റ്റേൺ ലൊക്കേറ്റഡ് ഇൻ ദി ആനമലൈ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. അപ്പം ആനമുടി ഉള്ളത് ആനമലയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. വെസ്റ്റേൺ ഗട്ട് റേഞ്ചസ് നോൺ ആസ് ആനമലൈ ആൻഡ് ഏലമലൈ ഇൻ കേരള. കേരളത്തില് ആനമല, ഏലമല എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട് പശ്ചിമഘട്ട മലനിര. ആൻഡ് കർണാടകം തമിഴ്നാട് ഭാഗത്ത് എന്ത് പേരിൽ അറിയപ്പെടുന്ന? നീലഗിരി കുന്നുകൾ എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ അതെവിടെയാ പറയാം? തമിഴ്നാട്ടിലും കർണാടകത്തിലും നീലഗിരി കുന്നുകൾ എന്ന് പറയും. ഓക്കെ, സോ called as the Nilagiri in Karnataka and Tamil Nadu and the Sahyadris in Maharashtra. മഹാരാഷ്ട്രയിൽ എന്താണ് പറയുന്നത്? സഹ്യാദ്രി എന്നുമാണ് പേര്. കേരളത്തില് ആനമല, ഏലമല എന്നീ പേരുകളിലും അറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരക്ക് കർണാടകം തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രത്തിൽ സഹ്യാദ്രി എന്നുമാണ് പേര്. ഓക്കെ, ആൻഡ് സഹ്യാദ്രിയും എന്നുമാണ് പേര്. ദോഡാബെട്ട, അതിന്റെ ഹൈറ്റ് നിങ്ങൾ നോക്കിയേ, 2637 മീറ്റേഴ്സ്. ഓക്കെ, തൊട്ട താഴെ. ഇൻ നീലഗിരീസ് ഓഫ് തമിഴ്നാടു ഈസ് അനദർ മേജർ പീക്ക് ഇൻ ദിസ് റീജിയൻ. അപ്പം ഏറ്റവും ഇത് 2695 വരുന്നത്, ഇത് 2637 വരുന്നത്. അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റ് കുറവാണ്. അതെവിടെയാണുള്ളത്? നീലഗിരീസ് ഓഫ് തമിഴ്നാടു ഈസ് അനദർ
മേജർ പീക്ക് ഇൻ ദിസ് റീജിയൻ. അപ്പം ആനമുടി ഉണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ നീലഗിരി നിരയിൽ ഉൾപ്പെട്ട ദോഡാബെട്ട ഈ മേഖലയിലെ മറ്റൊരു പ്രധാന കൊടുമുടി ആണ്. ഓക്കെ, most of the peninsular rivers that have considerable influence on the culture and human life in peninsular India originate from the Western Ghats range. അപ്പം കുറേ പെനിൻസുലാർ റിവേഴ്സ്, ആ റിവേഴ്സിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് ഹ്യൂമൻ ലൈഫിൽ, ഇന്ത്യൻസിന്റെ ലൈഫിൽ. കാരണം നന്നായിട്ട് വെള്ളം കിട്ടുന്ന ഒരു നദി ഒഴുകുന്നുണ്ട്, അതപ്പോൾ അത് ഭയങ്കര ഇൻഫ്ലുവൻസാണ്. അപ്പം അങ്ങനത്തെ പെനിൻസുലാർ rivers that have considerable influence on the culture and human life in peninsular India originate from the Western Ghats ranges. The mountains like Javadi Hills, Palkonda Malay, Nallamalai and Mahendragiri ranges are comparatively lower in height than the Western Ghats from the Eastern Ghats. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന മൗണ്ടെയിൻസ് ജാവാദി, പാൽക്കൊണ്ട മലൈ, നല്ല മലൈ, മഹേന്ദ്രഗിരി, ഇതിനൊക്കെ കമ്പാരിറ്റീവ്ലി ഹൈറ്റ് കുറവാണ്. ദ ടോട്ടൽ എക്സ്റ്റെൻഡ് ഓഫ് ദി ഈസ്റ്റേൺ ഗഡ്സ് ഇസ് 800 കിലോമീറ്റർ ഫ്രം ദ മഹാനദി ബാങ്ക്സ് ഇൻ ഒഡീഷ ടു ദ നീൽഗിരി റേഞ്ചസ് ഇൻ തമിഴ്നാട്. അപ്പം എന്താണ് ടോട്ടൽ എക്സ്റ്റെൻഡ് ഓഫ് ഈസ്റ്റേൺ ഗഡ്സ് എന്ന് പറയുന്നത് ഈ സൈഡിലാണ് അല്ലെ, ഇത് വെസ്റ്റേൺ ഗഡ്സ് ആണ് വരുന്നത്, ഇവിടെ ഈസ്റ്റേൺ ഗഡ്സ് നമ്മൾ ഫസ്റ്റത്തെ പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഈസ്റ്റേൺ ഗഡ്സിന് എത്രയാണ് 800 കിലോമീറ്റർ ഫ്രം ദി മഹാനദി ബാങ്ക്സ് ഇൻ ഒഡീഷ ടു ദ നീൽഗിരി റേഞ്ചസ് ഇൻ തമിഴ്നാട്. മറ്റേത് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു വെസ്റ്റേൺ ഗഡ്സ് വരുന്നത്? തെക്ക് കന്യാകുമാരി മുതൽ എവിടെയാണ് ഗുജറാത്ത് വരെ. ഇത് എവിടെ വരെയാണ്? 800 കിലോമീറ്റർ ആണ്. എക്സ്റ്റെൻഡ് ഓഫ് ഈസ്റ്റേൺ ഗഡ്സ് എന്ന് പറയുന്നത് 800 കിലോമീറ്റർ ആണ് ഫ്രം മഹാനദി ബാങ്ക്സ് ഇൻ ഒഡീഷ. ഒഡീഷയിലുള്ള മഹാനദി മുതൽ നീൽഗിരി റേഞ്ചസ് ഇൻ തമിഴ്നാട്. ഓക്കെ, തമിഴ്നാട്ടിലുള്ള നീലഗിരി വരെ. And the east flowing peninsular rivers cut across the eastern Ghats, breaking the continuity of these ranges and flow over the eastern coastal plains. The Western Ghats and the Eastern Ghats join at the Nilgiri Hills. അപ്പം വെസ്റ്റേൺ ഗഡ്സും ഈസ്റ്റേൺ ഗഡ്സും കൂടെ അല്ലെ, ഈ വെസ്റ്റേൺ ഗഡ്സും ഈസ്റ്റേൺ ഗഡ്സും കൂടെ ജോയിൻ ചെയ്യുന്ന പോർഷനാണ് എന്തെന്ന് പറയുന്നത്? നീലഗിരി ഹിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുതന്നെയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ സംസ്കാരത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമുള്ള ഉപദ്വീപീയ നദികളിലേറെയും പിറവികൊള്ളുന്നത് പശ്ചിമഘട്ട നിരയിലാണ് അല്ലെ. നമ്മുടെ ഈ വെസ്റ്റേൺ ഗഡ്സിൽ നിന്നാണ് അല്ലെ നമ്മുടെ ഹ്യൂമൻ ലൈഫ് അല്ലെങ്കിൽ ഇന്ത്യന്റെ കാലാവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ ജനജീവിതത്തിനൊക്കെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ നദികൾ ഒറിജിനേറ്റ് ചെയ്യുന്നത് പശ്ചിമഘട്ട നിരയിൽ നിന്നാണ്. ഇതിൽ ജാവടി കുന്നുകള്, പാൽക്കൊണ്ട മല, നല്ലമലൈ അല്ലെ, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയ മലകൾ പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറവാണ്. ഈ കുന്നുകളുടെ നിരയാണ് പൂർവഘട്ടം. അപ്പൊ ഈ കുന്നുകളുടെ നിരയാണ് പൂർവഘട്ടം. ഒഡീഷയിലെ മഹാനദീ തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ ഏകദേശം 800 കിലോമീറ്റർ ആണ് പൂർവഘട്ടത്തിന്റെ ആകെ നീളം. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുന്നു. പശ്ചിമഘട്ടവും പൂർവഘട്ടവും നീലഗിരി കുന്നുകളിൽ സംഗമിക്കുന്നു അല്ലെ, രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നതാണ് നീലഗിരി കുന്ന്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഈ ഒരു ചാപ്റ്ററിനകത്ത് ഈ ഒരു സെഷനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഡെക്കാൻ പ്ലാറ്റ്യൂവിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. ഓക്കെ, അപ്പം അവിടുത്തെ നിങ്ങൾ എപ്പോഴും ഈ ഒരു ഡെക്കാൻ ട്രാപ്പ് ഓർക്കുക, കറുത്ത മണ്ണ്, ബ്ലാക്ക് കോട്ടൺ സോയിൽ ഓർക്കുക. അങ്ങനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ടേംസ് എല്ലാം നിങ്ങൾ ഓർത്ത് വയ്ക്കും. ഓക്കെ, സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡീൽ ചെയ്യാം. താങ്ക് യു.